يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. اليوم മുഅ്മിനീങ്ങളെ ജനങ്ങളെ നിങ്ങൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കൂട്ടുകാർക്കിടയിലുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനം റസൂലുള്ളാഹിന്റെ മുന്നിൽ നിങ്ങൾ ചെയ്യരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ, പരസ്യമായിട്ടാകട്ടെ രഹസ്യമായിട്ടാകട്ടെ റസൂലുള്ളാഹിന്റെ മുന്നിലോ റസൂലുള്ളാഹിന്റെ ചാരത്തോ നിങ്ങൾ ശബ്ദമുയർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളിൽ ചില ആളുകൾ അവരുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഉറക്കെ സംസാരിക്കുന്നത് പോലെ ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ നിങ്ങൾ സംസാരിക്കരുത്. തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ നിങ്ങൾ ദുനിയാവിൽ ചെയ്യുന്നതാകുന്ന സർവ്വ നന്മകളും അതിൽ മുഴുവനും പ്രതിഫലമില്ലാതെ പൊളിഞ്ഞു പോകുമേ എന്ന് വിശുദ്ധ ഖുർആൻ. നമസ്കാരം പാതിരാത്രി സമയത്ത് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിൽ കഴിയുന്നതാകുന്ന ഏത് ഉമ്മയാകട്ടെ സഹോദരനാകട്ടെ പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന അമലുകളാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ കിള്ള പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതാകുന്ന മനുഷ്യരാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയം പലതവണ കാണാനും ഹജറുൽ അസ്വദ് ചുംബിക്കാനും പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ കാണാനും കേൾക്കാനും തൗഫീഖ് കിട്ടിയ വ്യക്തിയാകട്ടെ ആയിരക്കണക്കിന് ഉംറകൾ നിർവഹിച്ചു നൂറുകണക്കിന് ഹജ്ജുകൾ അവന്റെ ജീവിതത്തിൽ ചെയ്യാൻ തൗഫീഖ് കിട്ടിയാലും പരിശുദ്ധ ഖുർആൻ പറയുന്നു അൻതഹ്ബത അഅമാലുകും, നിങ്ങളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകുമേ, ഇല്ലാതായി പോകുമേ. റസൂലുള്ളാഹിന്റെ മുന്നിൽ ശബ്ദമുയർത്തിയാലെന്ന് വിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അങ്ങോട്ട് ഇറങ്ങി. അള്ളാന്റെ റസൂൽ തന്റെ സദസ്സിനോട് നമ്മോട് ഓതിക്കൊടുത്തു. തമീമ ഗോത്രത്തിന്റെ തലവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ആളെ റെഡിയായില്ല. ഓരോരുത്തരും പലരുടെ പേരുകൾ സജസ്റ്റ് ചെയ്തു, ആരുടെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഈ ആയത്ത് റസൂലുള്ളാഹി ഓതിക്കൊടുത്തു, ശബ്ദമുയർത്തരുതേ എന്നുള്ള ഈ ആയത്ത്. ഉടനെ തന്നെ ഫഖറജ സൗബാനു ഖായിഫൻ വജിലാ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഈ ആയത്തോട് ഇറങ്ങിയപ്പോൾ തന്നെ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ആ സദസ്സിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയത്രേ. ഫറആ അദീ ഇബ്നു ഹാതിം എന്ന സഹാബി വഴിയിൽ വെച്ചുകൊണ്ട് കാണുകയാണ്. ഫസഅല അദീ ഇബ്നു ഹാതിം എന്ന സഹാബി മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, ഇലാ ഐന തദ്ഹബു ഇലാ ഐന തഖ്റുജു, എവിടേക്കാണ് സൗബാൻ നീ ഓടുന്നത്, എവിടേക്കാണ് നീ പേടിച്ചുകൊണ്ട് ഓടുന്നത്, എങ്ങോട്ടാണ് നിന്റെ ഓട്ടമെന്ന് സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഉടനെ തന്നെ തന്റെ കൂട്ടുകാരനാകുന്ന അദീനോട് പറയുകയാ, ഇന്നീ അതഖവ്വഫു അന്ന ഹാദിഹിൽ ആയതു നസലത് ഫിയാ. അല്ലയോ കൂട്ടുകാരാ, പരിശുദ്ധ റസൂലിന്റെ തിരുസവിധത്തിൽ ജിബ്രീൽ വന്നുകൊണ്ട് ഓതിക്കൊടുത്ത ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് ഓതിക്കൊണ്ടുപോയി. ആ ആയത്ത് എന്റെ വിഷയത്തിലാണോ ഇറങ്ങിയത് എന്ന് ഞാൻ പേടിക്കുകയാ. ഇന്നി അതഖവ്വഫു വഅന സയ്യിദുൻ അതഖവ്വഫു അന്ന ഹാദിഹിൽ ആയതു നസലത് ഫിയാ. ഞാൻ അല്പം ശബ്ദമുള്ള ആളാണ്, ഞാൻ
ഞാൻ അല്പം ശബ്ദമുള്ള ആളാണ്, ഞാൻ സദസ്സിൽ വെച്ചുകൊണ്ട് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പേടിക്കുന്നു. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്റെ വിഷയത്തിലാണോ ഈ ആയത്ത് ഇറങ്ങിയതെന്ന് ഞാൻ പേടിക്കുന്നു. പേടിയാണ് സ്വഹാബത്തിന് റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ വിഷയത്തിലാണോ ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് പേടിച്ചുകൊണ്ട് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഒറ്റ ഓട്ടം വഴിയിൽ വെച്ചുകൊണ്ട് കൂട്ടുകാരനാകുന്ന അദീബിന് ഹബീബിനോട് കാര്യം പറഞ്ഞു. അദ്ദേഹം നേരെ ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഉമ്മു ജമീലയോട് പറയാൻ. സൗബാൻ റളിയല്ലാഹു തആല വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഉമ്മു ജമീലയോട് പറഞ്ഞു, യാ ഉമ്മ ജമീല ഇദാ ദഖൽതു ഫുർസ ബൈതി ഫശശി അലൽ റബ്ബതി ബിമിസ്മാർ. ഒട്ടകത്തിൻ്റെതാകുന്ന ആലയിലേക്ക്, കുതിരയുടെ ആലയിലേക്ക് അഥവാ കുതിര താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. കാരണം റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഞങ്ങൾ കഴിയവേ തമീമ ഗോത്രത്തലവൻ അന്വേഷിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചാരത്ത് ഞങ്ങൾ നിലകൊള്ളവേ ഞങ്ങളിൽ ആരോ ശബ്ദമുയർത്തി സംസാരിച്ചു. ഞാൻ സ്വാഭാവികമായി ശബ്ദമുള്ള ആളാണ്, എന്റെ വിഷയത്തിലാണോ ജിബീൽ വന്നുകൊണ്ടായ തുടങ്ങിയത്. ലാ തർഫഉ അസ്വാതകും, അല്ലയോ മുഅ്മിനീങ്ങളെ നിങ്ങൾ ശബ്ദമുയർത്തരുത് എന്ന് പരിശുദ്ധ ഖുർആനിന്റേതാകുന്ന കൽപ്പന. അത് എന്നോടാണോ എന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുമല്ലോ, എന്റെ നമസ്കാരങ്ങൾ മുഴുവനും ഇല്ലാതാകുമല്ലോ, എന്റെ ഇബാദത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഉമ്മ ജമീല ഞാൻ പേടിക്കുകയാണ്. അതഖവ്വഫു അന്ന ഹാദിഹിൽ ആയതു നസലതു ഫിയാ. അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് ജിബ്രീൽ വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്ന് ഓതിക്കൊടുത്തതായ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് എന്റെ വിഷയത്തിലാണ് ഓതിറങ്ങിയതെന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിതാ കുതിരയുടെ ആലയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇദാ ദഖൽതു ഫുർസ ബൈതി ഫശശി അലൽ റബ്ബതി ബിമിസ്മാർ. ഈ കുതിരയുടെ ആലയത്തിലേക്ക് ഞാൻ കടന്നാലുടനെ തന്നെ അതിന്റെ വാതിക്കൽ ഒരു ആണി കൊണ്ട് നീ അടിക്കണേ. ഞാനിനി പുറത്തേക്ക് വരുന്നില്ല, ഞാനിനി പുറത്തേക്ക് കടക്കുന്നില്ല. കാരണം എനിക്ക് പേടിയാണ്. എന്റെ വിഷയത്തിലാണോ ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് ഞാൻ പേടിക്കുന്നത്. സൗബാൻ റളിയല്ലാഹു തആല ഒന്ന് ചിന്തിച്ചു നോക്ക്, ആദരവും ബഹുമാനവും അവർക്ക് എത്രമാത്രമാണ്. ബഹുമാനപ്പെട്ട അദീ ഇബ്നു ഹാതിം എന്ന് പറയുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് നബിയോട് കാര്യം പറഞ്ഞു. നബിയെ, കാര്യം വല്ലാതെ വേറൊരു രീതിക്ക് പോയല്ലോ. അവിടുന്ന് ആയത്തോതിയത് എന്റെ വിഷയത്തിലാണെന്ന് പേടിച്ചുകൊണ്ട് സൗബാൻ റളിയല്ലാഹു തആല പോയിട്ട് സ്വന്തം വീട്ടിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞിട്ട് കുതിരയുടെ ആലയത്തിൽ കയറിയിട്ട് അദ്ദേഹം പേടിച്ചുകൊണ്ടിരിക്കുക. ഇനി അള്ളാന്റെ സവിധത്തിൽ നിന്ന് ഒരു ആയത്ത് ഇറങ്ങിയിട്ടല്ലാതെ, പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആയത്ത് വന്നിട്ടല്ലാതെ ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചിരിക്കുക. അള്ളാന്റെ റസൂലെ അവിടുന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന് അദീ ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, സൗബാനെ കുറിച്ചല്ല ആയത്തിറങ്ങിയത്, സൗബാന്റെ വിഷയത്തിലല്ല ആയത്തിറങ്ങിയത്. മുഹമ്മദ് റസൂലുള്ളാഹി സൗബാൻ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. സൗബാൻ റളിയല്ലാഹു തആലയുടെ വിഷയത്തിലുള്ള ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ പറഞ്ഞേക്കാം. എന്നിട്ട് അദ്ദേഹത്തെ കുതിരയുടെ ആലയത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറയുകയാണ്. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഇറങ്ങാൻ പറയുന്നു. കൂട്ടുകാർ വന്ന് പല ആവർത്തി വന്നുകൊണ്ട് അദ്ദേഹത്തെ പല ആവർത്തി വിളിക്കുന്ന ചരിത്രം വിശാലമാണ്. ഞാനതിലേക്ക് കടക്കുന്നില്ല. പലരും വന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. അവസാനം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് വന്നുകൊണ്ട് സ്വഹാബികൾ വന്നുകൊണ്ട് പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പേടിച്ച് വിറച്ചുകൊണ്ട് മഹാനായ സൗബാൻ റളിയല്ലാഹു തആല കടന്നു വരിക. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ സൗബാൻ റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു അത്രേ, യാ സൗബാൻ അമ്മാ തർളാ تقول حميدا أن تكون حميدا وتقتل شهيدا وتدخل الجنة.
അല്ലയോ സൗബാനേ സൗബാനേ, നിന്റെ വിഷയത്തിലല്ല അല്ലാഹു ആയത്തിറക്കിയത്, നിനക്ക് ഞാനിതാ ഒരു ഓഫർ നൽകുകയാണ്. അൻ തകൂന ഹമീദാ വതഖ്തുല ശഹീദാ. അല്ലയോ സൗബാനേ, നീ സന്തോഷിക്കുന്നില്ലയോ സന്തോഷിക്കുന്നില്ലയോ? പടച്ചറപ്പിന്റെ സംതൃപ്തി കരഗതമാക്കിയ അടിമയിൽ നീ ഉൾപ്പെടുന്നതിനെ തൊട്ട് നിനക്ക് സന്തോഷമില്ലയോ? വതഖ്തുല ശഹീദാ, നീ ശഹീദായി രണഭൂമിയിൽ മരിക്കുന്നതിനെ കൊണ്ട് നീ ഇഷ്ടപ്പെടുന്നില്ലയോ? വതദ്ഖുലൽ ജന്ന, പരിശുദ്ധവും പരിപാവനവുമായ സ്വർഗത്തിലേക്ക് കടക്കുന്നതും നീ ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന് റസൂലുള്ളാഹി സ്വർഗം കൊണ്ട് ഓഫർ കൊടുത്തപ്പോ സൗബാന റളിയല്ലാഹു തആല പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, നഅം യാ ഹബീബല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ തിരുകരങ്ങൾ പിടിച്ചു ചുംബിച്ചുകൊണ്ട് സൗബാന റളിയല്ലാഹു തആല പറയുകയാണ്, നബിയേ നബിയേ, സ്വർഗത്തിലേക്ക് കടക്കാൻ എനിക്ക് കൊതിയാവുന്ന നബിയേ, ഞാൻ യുദ്ധത്തിൽ ശഹീദാകുമെന്നാണ് അവിടുന്ന് എന്നോട് പറഞ്ഞത്, എനിക്ക് സന്തോഷമാണ് നബിയേ.